കൊച്ചി മെട്രോയുടെ പേര് മാറില്ല. പേര് മാറ്റുന്നത് പരിഗണനയിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പേര് മാറ്റാൻ KMRL മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, സർക്കാരിനോട് ആലോചിക്കാതെയാണ് KMRL വാർത്ത നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യം. സർക്കാരുമായിട്ട് ഇതുവരെ അത്ര ഒരു ആലോചന നടന്നിട്ടില്ല. സർക്കാരിൻ്റെ പരിഗണനയിൽ ആ കാര്യമില്ല. സർക്കാരുമായിട്ട് ഒരു ആലോചിക്കാതെ അവർ പത്രവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാനെന്തിനാ പ്രതികരിക്കണം? സർക്കാരിൻ്റെ പരിഗണനയിലില്ല അങ്ങനെ ഒരു വിഷയം. അത് ഞാൻ ഇന്ന് രാവിലെ പത്രവാർത്ത കണ്ടിട്ടാണ് അറിയുന്നത്. അങ്ങനെയല്ലല്ലോ അറിയേണ്ടത്. അല്ല, ആര് സർക്കാർ അറിഞ്ഞിട്ടില്ല ഈ കാര്യം. സർക്കാർ അറിയാതെ അവർക്ക് അവർ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ അതിനകത്ത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. സംസ്ഥാന സർക്കാർ അറിയാതെയാണ് KMRL പേരുമാറ്റം പ്രഖ്യാപിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സർക്കാരാണ് തീരുമാനിക്കുന്നതെന്നും പ്രപ്പോസൽ മാത്രമാണ് വെച്ചതെന്നും KMRL പക്ഷേ വ്യക്തമാക്കി. റാംഷാ CP ഉണ്ട്. റാംഷാ CP, KMRL മാത്രം തീരുമാനം, ഇതിന് സർക്കാരിന് ഉത്തരവാദിത്വമില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വാസ്തവം എന്താണ്? ഗുഡ് മോർണിംഗ് റാംഷാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. KMRLന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വിവാദത്തിലേക്ക് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചെറിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കാരണം ഇന്നലെയാണ് ഈ KMRL, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന സ്ഥാപനം, അതിൻ്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റുന്നതിനുള്ള ശുപാർശ മുഖ്യമന്ത്രിക്ക് KMRLന്റെ MD ലോക്നാഥ് ബെഹ്റ കൈമാറി എന്ന വാർത്ത പുറത്തു വന്നത്. അതിനു പിന്നാലെ വൈകുന്നേരമാകുമ്പോഴേക്ക് തന്നെ എറണാകുളം MPയും കോൺഗ്രസ് നേതാവുമായ ഹൈബി ഈഡൻ അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പേരുമാറ്റം കൂടിയാലോചിക്കാതെ നടത്തരുത് എന്ന ആവശ്യവും ഇതിനകത്ത് തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയും അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. എന്ന് മാത്രമല്ല, സർക്കാരുമായി ഒരു ആലോചനയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. തങ്ങളോട് ആലോചിക്കാതെ, അതായത് സർക്കാരിനോട് ആലോചിക്കാതെ പത്രത്തിൽ വാർത്ത നൽകി, അക്കാര്യത്തിൽ എന്തിനു പ്രതികരിക്കണം എന്നതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ഇതൊരു പ്രശ്നം. നേരത്തെ KMRL പറഞ്ഞത് ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകി എന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ ഒരു വിവരവും തന്റെ മുന്നിലില്ല, രാവിലെ പത്രം വായിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞത് എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ഈ ശുപാർശ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകി എന്ന് KMRL പറയുന്നു. ലഭിച്ചിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയാതെ പറയുന്നത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഏതായാലും ഈ KMRLന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. KMRL ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ നഗരങ്ങളിൽ അതിന്റെ ഗതാഗത പ്രവർത്തനങ്ങൾ, ഗതാഗതവുമായി ബന്ധപ്പെട്ട അതിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി മെട്രോ തന്നെയാണ് തിരുവനന്തപുരത്തും അതുപോലെ കോഴിക്കോടുമുള്ള വരാൻ പോകുന്ന നിർദ്ദിഷ്ട മെട്രോ റെയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നേതൃത്വമായി പ്രവർത്തിക്കുന്നത്. ഈ ഘട്ടത്തിൽ കൊച്ചി എന്ന നഗരത്തിന്റെ മാത്രം പേര് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഒരു സുഖകരമായ കാര്യമല്ല. അതുകൊണ്ടാണ് കേരളം മെട്രോ റെയിൽ എന്നാക്കി മാറ്റണം എന്ന നിലയിൽ ഒരു ശുപാർശ നൽകിയത് എന്നതാണ് പറയുന്നത്. നേരത്തെ ഗുജറാത്തിലും അതുപോലെ UPയിലുമെല്ലാം സമാനമായ നിലയിൽ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ മെട്രോ റെയിലിന്റെ പേര് ആ നിലയിലേക്ക് മാറ്റിയിരുന്നു എന്നതുകൂടി ഈ ശുപാർശ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നതാണ് KMRL പറഞ്ഞത്. ഏതായാലും അക്കാര്യം ഇത് അടഞ്ഞ അധ്യായമായി എന്നതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതികരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനവും സർക്കാർ എടുക്കുന്നില്ല, അങ്ങനെ ഒരു പേരുമാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാതെ ഇപ്പോൾ പറഞ്ഞത്. എന്ന് മാത്രമല്ല, KMRLന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ശുപാർശ ലഭിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രി ഒരു കാര്യവും വ്യക്തമാക്കുന്നില്ല. വാർത്തകളിലൂടെ മാത്രമാണ് താൻ ഇക്കാര്യം അറിഞ്ഞത് എന്ന് കൂടിയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പം മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. ഡോക്ടർ അരുൺ. താങ്ക് യു. റാംഷാ CP ആണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു.